ഷിരൂരിലെ രക്ഷാദൗത്യത്തിന്റെ അർജുനായുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ അതിന്റെ ചില വിവരങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. എം ഇന്ദ്രബാലൻ നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അരുൺ പാറയ്ക്കൽ ഷിരൂരിൽ നിന്ന് നൽകും. അരുൺ, ഒരുപാട് വെല്ലുവിളികളുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ഒപ്പം തന്നെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടുക, അവരുടെ വിലയിരുത്തലുകൾ കൂടി പരിഗണിച്ചതിന് ശേഷം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ ദൗത്യസംഘം കടക്കുന്നുണ്ട്. എം ഇന്ദ്രബാലൻ നാളെ എപ്പോഴേക്കാണ് ഈ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുന്നത് അരുൺ? റിജിത്ത്, നാളെ രാവിലെ 10 മണിയോടുകൂടി റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോടെ അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടുതൽ വിദഗ്ധ ഉപദേശമാണ് ഇനി വേണ്ടത്. മാത്രമല്ല, വിദഗ്ധരുടെ സേവനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഈ പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ പുഴയിൽ മണ്ണ് അടിഞ്ഞുകൂടി, അതായത് പുഴയുടെ വെള്ളത്തിന് മുകളിലേക്ക് പോലും ഈ മണ്ണ് അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട്. ഒരു ചെറിയ ദ്വീപ് പോലെയൊക്കെ ഈ പുഴയുടെ നടുക്ക് രൂപപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ആ അടിയൊഴുക്കിനെയും ഈ ശക്തമായ മഴയെയും കാറ്റിനെയും തരണം ചെയ്തുകൊണ്ട് ഇനി തെരച്ചിൽ നടത്തണം. ഇനി ഏക ഒരു ആശ്രയം പുഴ മാത്രമാണ്. ഈ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചാണ് ഇനി പ്രധാനമായും തെരച്ചിൽ നടത്തേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നാവികസേനയും അതുപോലെ തന്നെ സൈന്യവും നടത്തുന്നത്. ഇന്ന് നദി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഒന്നും ഉണ്ടായില്ല. വീണ്ടും ഈ കരയിലെ മണ്ണ് നീക്കം ചെയ്തു. തുടർന്ന് റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഇന്ന് തെരച്ചിലൊന്നും നടത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുഴയിൽ നടത്തിയിരുന്നു. പക്ഷേ ശക്തമായ കാറ്റും മഴയും ഈ തെരച്ചിലിലേക്ക് രക്ഷാദൗത്യത്തെ അത് പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇനി നാളെ തെരച്ചിൽ തുടരുക എന്നുള്ളത് പ്രധാനമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ റിട്ടയർഡ് ജനറലെ പോലുള്ള ആളുകൾ അവർ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിദഗ്ധ ഉപദേശം വേണം, ഒപ്പം വിദഗ്ധന്മാരുടെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ 30 മീറ്ററോളം താഴ്ചയിലുള്ള ആ മണ്ണ്, 30 മീറ്ററോളം ആഴമുണ്ട് ഈ പുഴയ്ക്ക് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഈ മണ്ണ് അതിനു മുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം താഴ്ചയുള്ള പ്രദേശത്ത് നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണം. എന്നിട്ട് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ കണ്ടെത്തണം. അതിനുള്ള ശ്രമമാണ്. ഈ ലോറിയുടെ സാന്നിധ്യം, ലോഹ സാന്നിധ്യം എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന ഒരു സാധ്യതയാണ്. അരുൺ, ഈ പുഴയിലെ തെരച്ചിൽ, നദിയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്. സാധാരണ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിനേക്കാൾ നേരത്തെ ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കാൻ കാരണം അത് തിരിച്ചറിഞ്ഞിട്ടുമാണ്. ഈ നിലയിൽ ഈ നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തെരച്ചിൽ കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള തിരച്ചിൽ നടക്കാൻ പോകുന്നു. നാളെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ യന്ത്രം, ഈ പുഴയിലുള്ള മൺകൂനയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്ന യന്ത്രമൊക്കെ എത്താൻ പോകുന്നു. അത് നിർണായകവുമായിരിക്കും. ആ യന്ത്രം എപ്പോഴേക്കാണ് എത്തിക്കുക? നേരത്തെ കാർവാർ MLA അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ, നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഏകദേശം നാളെ ഉച്ചയോടുകൂടി യന്ത്രം എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇന്ന് MLAയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആ യന്ത്രം എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ മണ്ണിൽ, അത്രത്തോളം ആഴത്തിലുള്ള മണ്ണിൽ നിന്ന് ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ ലോറിയോ മറ്റു വാഹനങ്ങളോ ഒക്കെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കൂ. എന്തായാലും ഈ തെരച്ചിൽ ആരംഭിച്ചു. അർജുന ഉപയോഗിച്ച വാഹനത്തെയും കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സൈന്യവും നാവികസേനയും ഇതിനുവേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തെരച്ചിൽ നടത്തുകയാണ്. നാവികസേന ഇന്നൊക്കെ 6ാം ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. NDRFും അതുപോലെ തന്നെ ഉള്ള ദുരന്ത നിവാരണ സംഘടനകളൊക്കെ തന്നെ ഈ പ്രദേശ സൈന്യ
അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമുള്ള ആക്ഷൻ പ്ലാൻ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും നാളെ നടക്കുക. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും ശിരൂരിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേരും എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. എം ഇന്ദ്രബാലൻ നാളെ രാവിലെ 10 മണിയോടുകൂടി ദൗത്യസംഘത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം.